ഒരു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, പറ്റുന്ന പോലെയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ. കാരണം വെച്ചാൽ ഇത് ഹോൾ UK ആണ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് എല്ലായിടത്തും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ they are expecting nearly 2000 പീപ്പിളിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ ഹൗ crowd it will be. Anyway, however, പരമാവധി ഞാൻ സ്റ്റേജസ് ഒക്കെ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്ക് നമ്മളൊരു ബെസ്റ്റ് ഓഫ് ലക്ക് നേരുകയാണ്. പൊന്നുകുട്ടി ബെസ്റ്റ് ഓഫ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ചക്കരെ, ഓക്കെ. ഞാൻ അവിടെ വന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ആ പോകുന്ന വഴി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോയിൽ കുറേ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത് എന്നാ പറയണ്ടേ, നമുക്കിങ്ങനെ ബൈബിൾ കലോത്സവത്തിന് പിള്ളേരെ കൊണ്ടുപോകുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ഓട്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പിള്ളേരെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. നമുക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്കൂളിലും അതുപോലെ ഇങ്ങനെ വേദപാഠത്തിനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് യുവജനോത്സവത്തിനൊക്കെ പോയിട്ടില്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഭവം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോവാത്തവരൊക്കെ ഒരു പ്രാവശ്യമായാലും നിങ്ങളുടെ പിള്ളേരെയും കൊണ്ടേലും ഇങ്ങനെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ പോകണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ നമുക്കും ഇങ്ങനെ തിരിച്ചു വരും കേട്ടോ. ഞാനൊക്കെ ആയാലും നല്ല ആക്റ്റീവായിരുന്നു യുവജനോത്സവത്തിനൊക്കെ. ഇങ്ങനെ സിംഗിൾ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും പാട്ടും ഡാൻസും ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ലായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവരും ടാലൻ്റാണ്. ഒരു പ്രാവശ്യമില്ല അങ്ങനെയൊന്നും പോകാത്തവരായിട്ട് ആരും കാണില്ല. അപ്പോൾ നിങ്ങളെ പിള്ളേരെയും കൊണ്ടേലും പോയി ആ ഒരു നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ശരിക്കും രസമാണ്. കാരണം വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സ്റ്റേജുകളുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മൾ പോയില്ലേ. അപ്പോൾ അതേ ഒരു അവസ്ഥയിലാണ് നമ്മൾ യുവജനോത്സവത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ സ്റ്റേജുകളൊക്കെ ഇല്ലേ. അപ്പോൾ ആ സ്റ്റേജുകളിൽ കൂടെയൊക്കെ പോയി നടന്ന പല സ്റ്റേജുകളിലെ പരിപാടികൾ കണ്ടും, അപ്പോൾ അതുപോലെ തന്നെ റിസൾട്ടൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു ആകാംക്ഷയും, നമുക്ക് കിട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന് കിട്ടിയോ അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഒരു ആകാംക്ഷയൊക്കെ ശരിക്കും രസമാണ്. അപ്പോൾ എല്ലാവരും പോകണം. ഇതുകൊണ്ടോ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. എനിക്കാണ് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടോ നിങ്ങൾ കണ്ടോ വീഡിയോ കോച്ചുകൾ വരുന്ന കോച്ചുകൾ കണ്ടോ എന്തേരുമാണെന്ന് നോക്കി. ഒരുപാടുണ്ട്. സ്കോട്ട്ലൻഡ്, ഞാൻ പറഞ്ഞ പോലെ നോർത്തേൺ അയർലൻഡിൽ നിന്നൊക്കെ വന്ന ബസ്സുകളും കോച്ചുമൊക്കെയാണ് ഈ കിടക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല. ഞങ്ങളെവിടേക്ക് ഒരു വിധത്തിൽ അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയിട്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഒന്നും ഒത്തിരി പിടിക്കാൻ പറ്റിയില്ല. ഏതാനും ചില ഭാഗങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഗോതമ്പിൻ പാടത്തിന് കനകപ്പൂമണി കൊയ്തു മെതിക്കാൻ ഇടനെഞ്ചിൻ പാട്ടും പേരി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. ദൈവത്തെ തകടന്നാനോ ദൈവത്തിന് തന്താനെ തകടന്നാനോ ദൈവത്തിന് തന്നാനെ തകടന്നാനോ ദൈവത്തിന് തന്താനെ തകടന്നാനോ. കാലമൊന്ന് കാതിൽ മൂളി ഇഷ്ടമായി ഹന്നേ നീ കൊയ്ത്തുമാട്ട് കിടക്കുന്ന ദൈവത്തിൻ പ്രാർത്ഥനയും എക്കാലം തന്നുടെ രണ്ടാമതുവ അന്നേ അന്നവൻ പരിണയിച്ചു. മയൽക്കിളി കളിയാക്കി പലരും
the dance. ഇതൊന്നും പറ്റുന്നെങ്കിൽ പോരാൻ പറയാൻ എനിക്ക് ആരെ കാണണ്ട, എനിക്ക് ഒരുത്തരെ കാണണ്ട. എന്താ ഇങ്ങനെ ഒരച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? എനിക്കിനി അച്ഛനും വേണ്ട, പള്ളിയും വേണ്ട. ഇനി ഇതും പറഞ്ഞ ഒറ്റ ഇങ്ങോട്ട് കയറ്റിയേക്ക്. എനിക്ക് ആരെ കാണണം? ചെറുപ്പം മുതല് നമ്മൾ പള്ളിയും കുർബാനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞവരല്ലേ. എന്നിട്ട് നമുക്കോ ഇപ്പോഴല്ലേ കൂടുതൽ പ്രാർത്ഥന നമുക്ക് വേണ്ടത്. കാൽവരി മലയില് സ്വന്തം പുത്രനെ കുരിശിലേറ്റി കൊന്നപ്പോ ആ അമ്മ അനുഭവിച്ച വേദനയില്ലേ, ആ വേദനയോട് ആവില്ല നമ്മുടെ ഈ വേദന. ആ അമ്മയെ പോലെ ഒരു അമ്മയെ ഞാനും. നമ്മുടെ മാതാവ് നമ്മോടൊപ്പം ഉണ്ടാവും ചായ. നമ്മുടെ ആ വലിയ ഹാളിൽ, അതായത് പ്രൈസ് കൊടുക്കുന്ന ഹാളിലേക്കാണ് നമ്മളിപ്പം എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഷോർട്ട് ഫിലിം, നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഷോർട്ട് ഫിലിമാണിത്. ഞാൻ ബിനോയെ കണ്ടപ്പോൾ ചാടി വീഡിയോ എടുത്തതാണ്. നല്ല സൂപ്പർ ഷോർട്ട് ഫിലിമായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് കാണണം കേട്ടോ. നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്, അതായത് അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ബിനോയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് നല്ല ഭംഗിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. അവർക്ക് അവരുടെ ഒരു എൻ്റയർ ടീമിന് അവരുടെ ഒരു എഫേർട്ടിന് അവർക്ക് കൺഗ്രാജുലേഷൻസ് നമ്മുടെ ചെസ്റ്ററിൻ്റെ വക ആൻഡ് എലിസ്മ എയർപോർട്ടിൻ്റെ വക നമുക്ക് നേരാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇത് കാണണം കേട്ടോ. Next item, solo dance. The first prize goes to, age category 11 to 13. And third prize goes to Annabelle Jobin, chest number S352 from Preston, St. Joseph Mission, Wirral. Next item, group song, age category 11 to 13. The first prize goes to നമ്മുടെ